Methods of calling functions and scope and life of variables and functions. ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ അവസാനത്തെ ഭാഗമാണ്. നമുക്ക് രണ്ട് രീതിയിൽ ഫങ്ഷൻസ് കോൾ ചെയ്യാം. കോൾ ബൈ വാല്യൂ മെത്തേഡ് ആൻഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. കോൾ ബൈ വാല്യൂവിന് മറ്റൊരു പേര് പറയുന്നു പാസ് ബൈ വാല്യൂ. അതുപോലെ തന്നെ കോൾ ബൈ റെഫറൻസ് ഇസ് അതർവൈസ് നോൺ എസ് പാസ് ബൈ റെഫറൻസ് മെത്തേഡ്. Call by value methodil, a copy of the value contained in the actual argument is passed to the formal. അപ്പോൾ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഇവിടെ വിശദീകരിക്കുന്നത്. കോൾ ബൈ വാല്യൂ മെത്തേഡിലൂടെ ആക്ച്വൽ ആർഗ്യുമെൻ്റ് വാല്യൂ ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു കോപ്പിയാണ് പാസ്സാകുന്നത്. അതുകൊണ്ട് തന്നെ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ വരുന്ന ചേഞ്ചസ് ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കുന്നില്ല. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ, വോയിഡ് ചേഞ്ച് ഓഫ് ഇൻറ്റ് എൻ, അതിലേക്ക് വാല്യൂ പാസ് ചെയ്യുന്നത് മെയിൻ ഫങ്ഷനാണ്. മെയിൻ ഫങ്ഷൻ ഈസ് ദ കോളിംഗ് ഫങ്ഷൻ ദാറ്റ് കോൾസ് ദ സബ് ഫങ്ഷൻ ചേഞ്ച്. അവിടെ ഒരു വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്. മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആണ് ഇവിടെ ഒരു പിക്ചർ രൂപത്തിൽ കാണിച്ചിട്ടുള്ളത്. എക്സ് എന്നുള്ള വേരിയബിളിലേക്ക് 20 എന്നൊരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. ആ വാല്യൂ ചേഞ്ച് ഫങ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു. ചേഞ്ച് ഫങ്ഷൻ ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ അവിടെ n എന്ന വേരിയബിളിലേക്ക് 20 എന്നുള്ള വാല്യൂ കോപ്പി ചെയ്യുകയും n = n+1 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 20 will be changed to 21. Without n ചെയ്യുമ്പോഴേക്കും n-ൻ്റെ വാല്യൂ 21 ആയിരിക്കും. n-ൻ്റെ വാല്യൂ is incremented by 1, that is 21. പക്ഷേ x-ൻ്റെ വാല്യൂവിന് ചേഞ്ച് ഇല്ല. x is stored in different memory location. Now coming to call by reference method or pass by reference method. ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് റെഫറൻസ് ആണ്. ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ റെഫറൻസ് ആണ് ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് പാസ് ചെയ്യുന്നത്. ദ മെമ്മറി അലോക്കേറ്റഡ് ടു ദ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് വിൽ ബി ഷെയർഡ് ബൈ ദി ഫോർമൽ ആർഗ്യുമെൻറ്റ്. ദാറ്റ് മെമ്മറി ലൊക്കേഷൻ ഈസ് ഷെയർഡ് ബൈ ബോത്ത് ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ആൻഡ് ദി ഫോർമൽ ആർഗ്യുമെൻറ്റ്. അപ്പോൾ കോൾ ബൈ റെഫറൻസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ മെമ്മറി ലൊക്കേഷനാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മെമ്മറി ലൊക്കേഷൻ ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റും ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുക? ഫോർമൽ ആർഗ്യുമെൻറ്റ് മോഡിഫൈ ചെയ്യുമ്പോൾ ആ ചേഞ്ച് ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെയും ബാധിക്കുന്നുണ്ട്. റെഫറൻസ് വേരിയബിൾ എങ്ങനെ നമുക്ക് ഫോം ചെയ്യാം? ഒരു ഫങ്ഷൻ ഹെഡർ എഴുതുമ്പോൾ അവിടെ ഡേറ്റ ടൈപ്പിനും വേരിയബിൾ നെയിമിനും ഇടയ്ക്ക് ഒരു ആമ്പർസൻഡ് സിമ്പിൾ കൊടുക്കുന്നു. അങ്ങനെ ഒരു വേരിയബിളിനെ റെഫറൻസ് വേരിയബിളാക്കി മാറ്റുന്നു. ഒരു റെഫറൻസ് വേരിയബിളിന് സെപ്പറേറ്റ് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് വിൽ ഷെയർ ദ മെമ്മറി അലോക്കേറ്റഡ് ടു ദി ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. ആക്ച്വൽ ആർഗ്യുമെൻറ്റ് സ്റ്റോർ ചെയ്യാനായി ക്രിയേറ്റ് ചെയ്ത മെമ്മറി തന്നെയാണ് റെഫറൻസ് വേരിയബിൾ ഷെയർ ചെയ്ത് ഉപയോഗിക്കുക. ദ സെയിം എക്സാമ്പിൾ, എക്സിന് 20 കൊടുത്തു, ഒരു മെമ്മറി ലൊക്കേഷനിൽ വച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പാസ് ചെയ്യുന്നത് റെഫറൻസ് വേരിയബിളാണ്. റെഫറൻസ് വേരിയബിൾ പാസ് ചെയ്യുന്നത് കൊണ്ട് ആ മെമ്മറി ലൊക്കേഷൻ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ മെമ്മറി ലൊക്കേഷൻ ഫോർമൽ ആർഗ്യുമെൻറ്റ് ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ n = n+1 ആകുമ്പോൾ ദാറ്റ് കണ്ടൻറ്റ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ വിൽ ബി ചേഞ്ച് ടു 21. അങ്ങനെ എക്സിനും എന്നിനും 21 എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കോൾ ബൈ വാല്യൂ മെത്തേഡ് ആൻഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്? ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. കോൾ ബൈ വാല്യൂ മെത്തേഡ് നോക്കാം. കോൾ ബൈ വാല്യൂ മെത്തേഡിൽ നമ്മൾ ഓർഡിനറി വേരിയബിൾസ് ആർ യൂസ്ഡ് എസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. കോൾ ബൈ റെഫറൻസ് മെത്തേഡിലാണെങ്കിലോ റെഫറൻസ് വേരിയബിൾസ് ആർ യൂസ്ഡ് എസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. കോൾ ബൈ വാല്യൂ മെത്തേഡിൽ നമ്മൾ ഫോർമൽ പാരാമീറ്ററായി ഉപയോഗിക്കുന്നത് ഓർഡിനറി വേരിയബിൾസ് ആണ്. കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ ഫോർമൽ പാരാമീറ്റേഴ്സായി ഉപയോഗിക്കുന്നത് റെഫറൻസ് വേരിയബിൾസിനെയാണ്. കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് മേ ബി കോൺസ്റ്റൻറ്റ്സ്, വേരിയബിൾസ് ഓർ എക്സ്പ്രഷൻസ്. അല്ലെങ്കിൽ കോൾ ബൈ വാല്യൂ മെത്തേഡിൽ
ഫംഗ്ഷൻ്റെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആകാം, വേരിയബിൾസ് ആകാം, എക്സ്പ്രഷൻസ് ആകാം. എന്നാൽ കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് വേരിയബിൾസ് മാത്രമേ ആകാൻ പാടുള്ളൂ. കോൾ ബൈ വാല്യൂ മെത്തേഡ് നോക്കാം. The changes made in the formal argument do not reflect in the actual argument. ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൽ വരുത്തുന്ന ചേഞ്ചസ് ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കുന്നില്ല കോൾ ബൈ വാല്യൂ മെത്തേഡിൽ. എന്തുകൊണ്ടാണ്? ബിക്കോസ് എ കോപ്പി ഈസ് പാസ്ഡ് ടു ഫോർമൽ പാരാമീറ്റർ. ബട്ട് കോൾ ബൈ റെഫറൻസ് മെത്തേഡിലാണെങ്കിൽ ദ ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ഡു റിഫ്ലക്റ്റ് ഇൻ ദ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. കോൾ ബൈ റെഫറൻസ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ മെമ്മറി ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൽ എന്ത് ചേഞ്ച് വരുന്നോ അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിലും റിഫ്ലക്റ്റ് ചെയ്യുന്നു. ലാസ്റ്റ് പോയിന്റ്, കോൾ ബൈ വാല്യൂ മെത്തേഡിൽ എക്സ്ക്ലൂസീവ് മെമ്മറി അലോക്കേഷൻ ഈസ് റിക്വയർഡ് ഫോർ ദി ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. കോൾ ബൈ വാല്യൂ മെത്തേഡിൽ നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ ആക്ച്വൽ ആർഗ്യുമെൻറ്റിനും ഫോർമൽ ആർഗ്യുമെൻറ്റിനും 2 സെപ്പറേറ്റ് മെമ്മറീസ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കോൾ ബൈ റെഫറൻസ് മെത്തേഡിലാണെങ്കിൽ മെമ്മറി ഓഫ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ഈസ് ഷെയർഡ് ബൈ ഫോർമൽ ആർഗ്യുമെൻറ്റ്. ആക്ച്വൽ ആർഗ്യുമെൻറ്റിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത മെമ്മറി ഫോർമൽ ആർഗ്യുമെൻറ്റ് ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്നു. കോൾ ബൈ റെഫറൻസ് മെത്തേഡിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളായി നമ്മൾ ഒരു പ്രോഗ്രാം ഇവിടെ എടുക്കുന്നുണ്ട്. പ്രോഗ്രാം ടു സ്വാപ്പ് ദ വാല്യൂസ് ഓഫ് 2 വേരിയബിൾസ്. 2 വേരിയബിൾസിനുള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. അതാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വാപ്പ് ഫംഗ്ഷനുള്ളിൽ 2 റെഫറൻസ് വേരിയബിൾസ് പാസ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റ് ടി എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പററി വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അവിടെ എക്സിൻ്റെ വാല്യൂ കൊടുത്തു. എക്സിലേക്ക് വൈ എടുത്തു വെച്ചു, വൈയിലേക്ക് ടി എടുത്തു വെച്ചു. ഇതാണ് ആ സ്വാപ്പിംഗ് ചെയ്യുക. അതായത് എക്സിലിരിക്കുന്ന വാല്യൂ വൈയിലേക്കും വൈയിലിരിക്കുന്ന വാല്യൂ എക്സിലേക്കും മാറ്റുക. അതിനെയാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഇൻ്റർചേഞ്ചിങ് വാല്യൂസ് ഓഫ് 2 വേരിയബിൾസ്. മാറ്റണമെങ്കിൽ, ഇങ്ങനെ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു ടെമ്പററി വേരിയബിളിൻ്റെ ആവശ്യമുണ്ട്, ദാറ്റ് ഇസ് ടി. അപ്പോൾ എക്സിലിരിക്കുന്ന വാല്യൂ ആദ്യം ടിയിലേക്ക് എടുത്ത് വയ്ക്കുന്നു. അതിനുശേഷം വൈയിലിരിക്കുന്ന വാല്യൂ എക്സിലേക്ക് എടുത്ത് വയ്ക്കുന്നു. അപ്പോൾ വൈ ഫ്രീ ആയല്ലോ. ഇനി വൈയിലേക്ക് എക്സിൻ്റെ വാല്യൂ നേരത്തെ ടിയിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ആ വാല്യൂവിനെ വൈയിലേക്ക് കൊടുക്കുന്നു. ഇപ്പോൾ എന്തായി? എക്സിലേക്ക് വൈയുടെ വാല്യൂയും വന്നു, വൈയിലേക്ക് എക്സിൻ്റെ വാല്യൂയും വന്നു. ഇവിടെ മെയിൻ ഫംഗ്ഷനുള്ളിൽ ആദ്യം എം എൻ 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. എമ്മിലേക്ക് 10ഉം എന്നിലേക്ക് 20ഉം അസൈൻ ചെയ്തു. സ്വാപ്പ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വാല്യൂസ് പ്രിൻ്റ് ചെയ്ത് നോക്കുന്നു. എന്തായിരിക്കും എമ്മിൻ്റെയും എന്നിൻ്റെയും വാല്യൂ? 10ഉം 20ഉം. ആഫ്റ്റർ സ്വാപ്പിംഗ് എന്തായിരിക്കും കിട്ടുക? എമ്മിലേക്ക് 20ഉം എന്നിലേക്ക് 10ഉം വരണം. സ്കോപ്പ് ആൻഡ് ലൈഫ് ഓഫ് വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ്. The concept of availability or accessibility of variables and functions is termed as their scope and lifetime. ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ വേരിയബിൾ എവിടെയാണ് ആക്സസിബിൾ അല്ലെങ്കിൽ എവിടെയാണ് അവൈലബിൾ ആകുന്നത് എന്നുള്ളതാണ് സ്കോപ്പ് അല്ലെങ്കിൽ ലൈഫ് ടൈം. സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം ഈ 2 വേർഡ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. സ്കോപ്പ് ഓഫ് എ വേരിയബിൾ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് എ പ്രോഗ്രാം ഇൻ വിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ്. ഒരു വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ ഏത് ഭാഗത്താണോ ആ വേരിയബിൾ ഉപയോഗിക്കുന്നത് അതാണ് അതിൻ്റെ സ്കോപ്പ്. നമ്മൾ GHSS കുമരനെല്ലൂരിലേക്ക് അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കോപ്പ് ഇസ് ഇൻ GHSS കുമരനെല്ലൂർ. മറ്റൊരു സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ഏത് ഫംഗ്ഷനിലാണോ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് അതിനുള്ളിലായിരിക്കും ആ വേരിയബിളിൻ്റെ സ്കോപ്പ്. ഇവിടെ വേരിയബിൾസിൻ്റെയും ഫങ്ഷൻസിൻ്റെയും സ്കോപ്പ് പറയുവാണ്. നമുക്ക് സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം 2 രീതിയിൽ പറയാം. ലോക്കൽ സ്കോപ്പ് ആൻഡ് ലോക്കൽ ലൈഫ് ടൈം. സ്കോപ്പ് ആൻഡ് ലൈഫ് ലോക്കലായും ഗ്ലോബലായും പറയാം. ലോക്കൽ എന്താണ്, ഗ്ലോബൽ എന്താണ് എന്ന് പറയുന്നു. വേരിയബിൾസ് ഡിക്ലെയർഡ് വിത്തിൻ എ ഫംഗ്ഷൻ ഓർ എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഫംഗ്ഷനുള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിന് ലോക്കൽ സ്കോപ്പാണ് ഉണ്ടാവുക. ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ഓൾ ഫങ്ഷൻസ്. ഒരു പ്രോഗ്രാമിലെ എല്ലാ ഫങ്ഷൻസിനും പുറത്തായി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ ആ വേരിയബിളിന് ഗ്ലോബൽ സ്കോപ്പാണ് ഉണ്ടാവുക. വേരിയബിൾസ് അങ്ങനെ ലോക്കൽ സ്കോപ്പിലുള്ള വേരിയബിൾസ് ആർ അവൈലബിൾ ഓൺലി വിത്തിൻ ദാറ്റ് ഫങ്ഷൻ ഓർ ബ്ലോക്ക്. ലോക്കൽ സ്കോപ്പിൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത വേരിയബിൾ ആ ഒരു ഫങ്ഷനുള്ളിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ.
അല്ലെങ്കിൽ അവിടെ മാത്രമേ അവൈലബിൾ ആവുകയുള്ളൂ. അതുപോലെ ഗ്ലോബൽ സ്കോപ്പിൽ ഡിക്ലെയർ ചെയ്യുന്ന ഒരു വേരിയബിൾ ആ പ്രോഗ്രാമിൻ്റെ എല്ലാ ഫങ്ഷൻസിനും അവൈലബിൾ ആകുന്നു. തേർഡ് പോയിൻറ്റ്, ഒരു വേരിയബിൾ നമ്മൾ ലോക്കലായി ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫങ്ഷനുള്ളിൽ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ മെമ്മറി ഈസ് അലോക്കേറ്റഡ് വെൻ ദ ഫങ്ഷൻ ഓർ ബ്ലോക്ക് ഈസ് ആക്റ്റീവ്. ആ ഫങ്ഷൻ എപ്പോഴാണോ ഇൻവോക്ക് ആകുന്നത് അന്നേരം ഈ വേരിയബിളിന് വേണ്ടിയിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് ഫ്രീഡ് വെൻ ദ എക്സിക്യൂഷൻ ഓഫ് ദി ഫങ്ഷൻ ഓർ ബ്ലോക്ക് ഈസ് കംപ്ലീറ്റഡ്. ആ ഒരു ഫങ്ഷൻ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത് പൂർത്തീകരിക്കുമ്പോൾ ഈ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യാനായി ഡിക്ലെയർ ചെയ്ത മെമ്മറി സ്പേസ് ഫ്രീ ചെയ്യുന്നു. എന്നാൽ ഗ്ലോബൽ വേരിയബിളിൻ്റെ കേസിൽ മെമ്മറി ഈസ് അലോക്കേറ്റഡ് ജസ്റ്റ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം ആൻഡ് ഫ്രീഡ് വെൻ ദ പ്രോഗ്രാം സ്റ്റോപ്സ് എക്സിക്യൂഷൻ. ഗ്ലോബൽ വേരിയബിളിൻ്റെ കേസിൽ ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഗ്ലോബൽ വേരിയബിൾ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അലോക്കേറ്റ് ചെയ്ത മെമ്മറി ഫ്രീ ചെയ്യുന്നു. Now we can see what is local functions. Local functions are declared within a function or a block of statements and defined after the calling function. ഒരു ലോക്കൽ ഫങ്ഷൻ എപ്പോഴും ഒരു ഫങ്ഷൻ്റെ ഉള്ളിൽ തന്നെ ഡിക്ലെയർ ചെയ്യുന്ന മറ്റൊരു ഫങ്ഷൻ ആയിരിക്കും. അതിൻ്റെ ഡെഫിനിഷൻ കോളിംഗ് ഫങ്ഷന് ശേഷമായിരിക്കും കൊടുക്കുക. ഗ്ലോബൽ ഫങ്ഷൻ ഇസ് ഡിക്ലെയർഡ് ഓർ ഡിഫൈൻഡ് ഔട്ട്സൈഡ് ഓൾ ഫങ്ഷൻ. ഗ്ലോബൽ ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് എല്ലാ ഫങ്ഷൻസിനും ആക്സസിബിൾ ആകുന്ന രീതിയിൽ ഔട്ട്സൈഡിലായിരിക്കും, എല്ലാ ഫങ്ഷൻ്റെയും പുറത്തായിരിക്കും ഗ്ലോബൽ ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുക. ലോക്കൽ ഫങ്ഷൻ ആണെങ്കിൽ ഒരു ഫങ്ഷൻ്റെ ഉള്ളിൽ, ഇറ്റ് ഈസ് ലോക്കൽ ടു ദാറ്റ് ഫങ്ഷൻ ഉള്ളിൽ. ഗ്ലോബൽ ആണെങ്കിൽ എല്ലാ ഫങ്ഷൻസിനും ആക്സസിബിൾ ആകുന്ന രീതിയിൽ ഔട്ട്സൈഡിലായിരിക്കും ഡിക്ലെയർ ചെയ്യുക. ലോക്കൽ ഫങ്ഷൻ ആക്സസിബിൾ ഓൺലി വിതിൻ ദാറ്റ് ഫങ്ഷൻ ഓർ ദ ബ്ലോക്ക്. ഡിക്ലെയർ ചെയ്ത ഫങ്ഷനുള്ളിൽ മാത്രമേ ലോക്കൽ ഫങ്ഷൻസ് അവൈലബിൾ ആകുകയുള്ളൂ, ആക്സസിബിൾ ആവുകയുള്ളൂ. ഗ്ലോബൽ ഫങ്ഷൻ ആണെങ്കിലോ ഇറ്റ് ഈസ് ആക്സസിബിൾ ബൈ ഓൾ ഫങ്ഷൻസ് ഇൻ ദി പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൻ്റെ എല്ലാ ഫങ്ഷൻസിനും ഗ്ലോബൽ ഫങ്ഷൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഈ ഒരു കൺസെപ്റ്റ് കാണിക്കുന്ന ഒരു പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രോഗ്രാം ടു ഇല്ലസ്ട്രേറ്റ് ദ സ്കോപ്പ് ആൻഡ് ലൈഫ് ഓഫ് വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ് ഹാഷ് ഇൻക്ലൂഡ് യൂസിങ് നെയിം സ്പേസ്. അതിനുശേഷം ഇൻറ്റ് CB എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് മെയിൻ ഫങ്ഷനുള്ളിലുമല്ല മറ്റൊരു ഫങ്ഷനുള്ളിലുമല്ല. അതുകൊണ്ട് തന്നെ ഈ ഡിക്ലറേഷൻ സൂചിപ്പിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഗ്ലോബൽ വേരിയബിൾ. CB ഈസ് എ ഗ്ലോബൽ വേരിയബിൾ വിച്ച് ഈസ് ഓഫ് ടൈപ്പ് ഇൻറ്റ്. അതിന് തൊട്ട് താഴെയായിട്ട് വോയിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് എന്ന പേരുള്ള ഒരു ഫങ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്. ഇറ്റ് റിട്ടേൺസ് നത്തിങ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് എന്ന ഫങ്ഷൻ എവിടെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? മെയിൻ ഫങ്ഷനുള്ളിലല്ല. എവിടെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? മെയിൻ ഫങ്ഷനുള്ളിലല്ല, മറ്റൊരു ഫങ്ഷനും ഉള്ളിലല്ല. ഒരു ഫങ്ഷനും ഉള്ളിലല്ല വോയിഡ് ടെസ്റ്റ് എന്നുള്ള ഈ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദിസ് ഫങ്ഷൻ ഈസ് അവൈലബിൾ ടു ഓൾ അതർ ഫങ്ഷൻസ് ഇൻ ദ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിലെ മറ്റെല്ലാ ഫങ്ഷൻസിനും ടെസ്റ്റ് ഫങ്ഷൻ ആക്സസിബിൾ ആണ്. ഇനി മെയിൻ ഫങ്ഷനിലേക്ക് വരുന്നു. അവിടെ x=5, ഇൻറ്റ് x=5. മെയിൻ ഫങ്ഷനുള്ളിൽ x എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, 5 എന്ന വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തു. x ഈസ് ദ ലോക്കൽ വേരിയബിൾ ഓഫ് മെയിൻ ഫങ്ഷൻ. ടെസ്റ്റ് ഫങ്ഷൻ ഇസ് കോൾഡ് ഇൻ ദ മെയിൻ ഫങ്ഷൻ. മെയിൻ ഫങ്ഷനുള്ളിൽ ടെസ്റ്റ് എന്നുള്ള ഫങ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. അത് പോസിബിൾ ആണല്ലോ, കാരണം ടെസ്റ്റ് ഫങ്ഷൻ ഈസ് എ ഗ്ലോബൽ ഫങ്ഷൻ. ഗ്ലോബൽ ഫങ്ഷൻ ആകുമ്പോൾ ഈ പ്രോഗ്രാമിനുള്ളിലുള്ള മറ്റെല്ലാ ഫങ്ഷൻസിനും ടെസ്റ്റ് എന്ന ഫങ്ഷനെ കോൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ്, CB= ക്യൂബ് ഓഫ് x. CB നമുക്കറിയാം ഗ്ലോബൽ വേരിയബിളാണ്, എല്ലാ ഫങ്ഷൻസിനും യൂസ് ചെയ്യാം. ക്യൂബ് ഓഫ് x അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. വോയിഡ് ടെസ്റ്റിനുള്ളിൽ CB= ക്യൂബ് ഓഫ് x കൊടുത്തിട്ടുണ്ട്. അവിടെ ഇൻവാലിഡ് കോൾ x is ലോക്കൽ ടു മെയിൻ എന്ന് പറയുന്നു. വോയിഡ് ടെസ്റ്റ് എന്നുള്ള ഫങ്ഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതിനുള്ളിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റ് ക്യൂബ് ഓഫ് ഇൻറ്റ് n എന്ന് പറയുന്നത് ഒരു പ്രോട്ടോടൈപ്പാണ്.
ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ക്യൂബ് എന്ന പേരിൽ ഒരു ഫംഗ്ഷൻ ഇവിടെ ഡിക്ലെയർ ചെയ്ത് കാണിക്കുന്നു. അതിനുള്ളിൽ ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് ഇരിപ്പുണ്ട്. CB എന്ന ഗ്ലോബൽ വേരിയബിളിലേക്ക് ക്യൂബ് ഫംഗ്ഷൻ കോൾ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ക്യൂബ് ഓഫ് എക്സ് എന്ന് കൊടുത്തു. എക്സ് എന്ന വേരിയബിളിൻ്റെ സ്കോപ്പ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. എക്സ് ഈസ് ഡിക്ലെയർഡ് ഇൻസൈഡ് ദി മെയിൻ ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ എക്സിൻ്റെ സ്കോപ്പ് മെയിൻ ഫംഗ്ഷനുള്ളിൽ മാത്രമാണ്. ടെസ്റ്റ് എന്ന ഫംഗ്ഷനുള്ളിൽ എക്സ് കോൾ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ആൻ ഇൻവാലിഡ് കോൾ. മെയിൻ ഫംഗ്ഷനുള്ളിൽ CB ഈക്വൽ ടു ക്യൂബ് ഓഫ് എക്സ് എന്ന് കോൾ ചെയ്തിട്ടുണ്ട്. അത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ നോക്കാം. ക്യൂബ് ഗ്ലോബൽ ആണോ ലോക്കൽ ആണോ? ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇസ് ലോക്കൽ ടു ദ ഫംഗ്ഷൻ ടെസ്റ്റ് ഫംഗ്ഷനുള്ളിലാണ് ക്യൂബ് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ലോക്കൽ ഫംഗ്ഷൻ. ടെസ്റ്റിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മെയിൻ ഫംഗ്ഷനുള്ളിൽ അത് ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ല. ബിക്കോസ് ക്യൂബ് ഫംഗ്ഷൻ ഇസ് ലോക്കൽ ടു ദ ഫംഗ്ഷൻ ടെസ്റ്റ്. അപ്പോൾ അവിടെ ഒരു ഇൻവാലിഡ് കോളാണ്. ഇനി ക്യൂബ് ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്യൂബ് ഫംഗ്ഷനകത്ത് n എന്ന് പറയുന്ന ഒരു വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്. അതൊരു ലോക്കൽ വേരിയബിളാണ്. അതൊരു ലോക്കൽ വേരിയബിളാണ്. ഈ ലോക്കൽ വേരിയബിളിലേക്ക് വാല്യൂ വരുന്നത് ടെസ്റ്റ് എന്ന ഫംഗ്ഷനിൽ നിന്നാണ്. ഇൻറ്റ് വാൽ ഈക്വൽ ടു n ഇൻറ്റു n ഇൻറ്റു n. എന്നിൻ്റെ ക്യൂബ് കണ്ടുപിടിക്കുകയാണ് ഇവിടുത്തെ ഫംഗ്ഷൻ. ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്ത് അതിൻ്റെ ക്യൂബ് കണ്ടുപിടിക്കുക. ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിനെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ക്യൂബ്. ഇൻറ്റ് വാൽ ഈക്വൽ ടു n ഇൻറ്റു n ഇൻറ്റു n. ഇപ്പോൾ n എന്ന് പറയുന്നത് ഒരു ലോക്കൽ വേരിയബിളാണ്. ക്യൂബ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലോക്കൽ വേരിയബിളാണ്. അതുപോലെ തന്നെയാണ് വാൽ ഈസ് ഓൾസോ ഡിക്ലെയർഡ് ഇൻസൈഡ് ദി ക്യൂബ് ഫംഗ്ഷൻ. സോ ഇറ്റ് ഈസ് എ ലോക്കൽ വേരിയബിൾ ടു ദ ഫംഗ്ഷൻ ക്യൂബ്. കിട്ടുന്ന റിസൾട്ട് റിട്ടേൺ ചെയ്യുന്ന റിസൾട്ട് എവിടെയായിരിക്കും പോവുക? ഈ റിസൾട്ട് CB ഈക്വൽ ടു ക്യൂബ് ഓഫ് എക്സിലാണ് പോകേണ്ടത്. പക്ഷേ എക്സ് ഇവിടെ ഇൻവാലിഡ് ആയതുകൊണ്ട് അവിടെ എറർ വരുന്നു. അപ്പോൾ സ്കോപ്പും ലൈഫ് ടൈമും എക്സ്പ്ലെയിൻ ചെയ്യാനായി ഒരു പ്രോഗ്രാം നമ്മൾ പഠിച്ചിരിക്കേണ്ടതായുണ്ട്. ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ ഒന്നുകിൽ മുഴുവനായി പഠിക്കുക, അല്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതും ഗ്ലോബൽ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതും ഒന്ന് പഠിക്കുക. അത് മെയിൻ ഫംഗ്ഷനുള്ളിൽ ആക്സസ് ചെയ്ത് ഒന്ന് കാണിക്കുക. നിങ്ങൾ എഴുതുന്ന എക്സാമ്പിളിൽ ലോക്കൽ വേരിയബിൾ മനസ്സിലാവണം, ഗ്ലോബൽ വേരിയബിൾ മനസ്സിലാകണം, അതുപോലെ ലോക്കൽ ഫംഗ്ഷൻ മനസ്സിലാകണം, ഗ്ലോബൽ ഫംഗ്ഷൻ മനസ്സിലാകണം. ആ രീതിയിൽ ഒരു പ്രോഗ്രാം നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടതാണ്.